വെൽക്കം ടു ഓൾ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC കുറച്ച് നാളുകളായിട്ട് ചോദിക്കുന്ന SCERT ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ SCERT ഭാഗങ്ങളിൽ നിന്നും നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി SCERT ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ SCERT ആണെന്നുണ്ടെങ്കിൽ പഴയ SCERT ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ PSC കുറച്ച് ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുന്ന ചോദ്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നല്ല ഉപകാരമായിരിക്കും അല്ലേ. നമുക്ക് അടുത്ത ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കിയേ, ഇപ്പം നമ്മൾ നവോത്ഥാന ഭാഗത്ത് നിന്ന് അല്ലേ, നവോത്ഥാന ഭാഗത്തു നിന്നൊക്കെ PSC നന്നായി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? അവരുടെ പ്രസ്ഥാനങ്ങളല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് വാഗ്പടാനന്ദൻ്റെയാണ് ആണോ? ആത്മവിദ്യാസംഘം എന്ന് പറയുന്നത് ആരുടെയാണ്? വാഗ്പടാനന്ദൻ്റെയാണ് അല്ലേ. ആത്മവിദ്യാസംഘം വാഗ്പടാനന്ദൻ്റെയാണ്. VT ഭട്ടതിരിപ്പാട് ആരുടെയാണ്? VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ എഴുതിയിട്ടുള്ളത്. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടിൻ്റെയാണ്. അതുപോലെ തന്നെ സമത്വ സമാജം ആരുടേതാണ്? സമത്വ സമാജം നമുക്ക് നോക്കാം കേട്ടോ. പണ്ഡിറ്റ് KP കറുപ്പൻ്റേതാണ്. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ്റെയാണ്. അപ്പോൾ ഇതിൽ തെറ്റിയിട്ട് കൊടുത്തിരിക്കുന്നത് C ആണ് കേട്ടോ. അപ്പോൾ സമത്വ സമാജം ആരുടേന്ന് നമുക്ക് നോക്കാം. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളുടെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് എന്താണ് SCERTയിൽ പറയുന്നത് നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠ സ്വാമികൾ. കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം വൈകുണ്ഠ സ്വാമികളെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളെല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ചെയ്യുമ്പോഴും വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും കോഡ്സ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും സമാജങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം ജനിച്ച സ്ഥലം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കാം കേട്ടോ. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറഞ്ഞു. അദ്ദേഹം ജനിച്ചത് എവിടെയായിരുന്നു? അദ്ദേഹം ജനിച്ചത് കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ്. വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ്. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്നും വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടവർക്ക് അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ വൈകുണ്ഠ സ്വാമികൾ വെല്ലുവിളിച്ചു. അപ്പോൾ സവർണ ജാതിക്കാർ മാത്രമാണല്ലേ കിണറുകളിൽ നിന്നും വെള്ളം എടുത്തിരുന്നത്. അതിനുശേഷം അവർണക്കാർക്കൊന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഉള്ള ആ ഒരു അയിത്താചാരത്തെയാണ് അല്ലേ വൈകുണ്ഠ സ്വാമികൾ ചോദ്യം ചെയ്ത. ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്താണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, സമപന്തി ഭോജനം ആരുടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വൈകുണ്ഠ സ്വാമികളുടെയാണ് സമപന്തി ഭോജനം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്ടോ, പഠിച്ചു വയ്ക്കുക. നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം, നമ്മൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. സമപന്തി ഭോജനം എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികളുടെയാണ്. ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്? മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ഇത്തരം സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. സമത്വ സമാജം സംഘടന സ്ഥാപിച്ചു. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാനാസ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടെടുക്കുവാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന ചാനാർ ലഹളയ്ക്ക് സ്വാമികളുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമായി. ചാനാർ ലഹളയ്ക്ക് പ്രചോദനമായി. അദ്ദേഹത്തിന് കോഡ്സ് ഏതൊക്കെയാണ്? വേല ചെയ്താൽ കൂലി കിട്ടണം, ഇമ്പോർട്ടൻ്റ് ആണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വൺ നീചഭരണം എന്ന പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തോടെയുള്ള എതിർപ്പ് എന്താണ്? വൺ നീചഭരണം എന്ന പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലായി? എന്തൊക്കെയാണ് വൈകുണ്ഠ സ്വാമികളെ കുറിച്ചിട്ട് പറഞ്ഞത്? വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് എവിടെയായിരുന്നു? കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. അതുപോലെ തന്നെ എല്ലാവരും കൂടിയിട്ട് കിണറുകളിൽ നിന്നും വെള്ളം കോരുന്നതിനുള്ള അനുവാദം അല്ലേ
ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു അയിത്താചാരം സവർണർക്ക് മാത്രമാണ് വെള്ളം കോരാനായിട്ട് അവകാശമുണ്ടായിരുന്നത്. അതിനെതിരെ വൈകുണ്ഠസ്വാമികൾ പോരാടി. അതുപോലെ തന്നെ അദ്ദേഹം സമപന്തി ഭോജനം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അവർണർക്കും സവർണർക്കും ഒരുമിച്ചിട്ട് ഒരു പന്തിയിലിരുന്നിട്ട് ഫുഡ് കഴിക്കാമെന്നുള്ളതിൽ സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ എന്തൊക്കെയാണ് പറയുന്നത്, സമത്വ സമാജം സ്ഥാപിച്ചു അല്ലേ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. പിന്നെ ചാനാർ ലഹളയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു. ചാനാർ ലഹളയ്ക്ക് വേണ്ടി ഒരു പ്രചോദനം നൽകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് എങ്ങനെയാണ്, വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഈ ഞാൻ സ്റ്റാർ ഇട്ടതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്താണ് നോക്കാം, ആരാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത്. കഴിഞ്ഞ ലാസ്റ്റ് ഗ്രേഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ടല്ല. ചട്ടമ്പി സ്വാമി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നത് ചട്ടമ്പി സ്വാമികളുടെ ഇയർ ഏത് വർഷമാണ്, അതുപോലെ തന്നെ എവിടെയാണ് ജനിച്ചതെന്നുള്ളത് വേറൊരു സാമൂഹിക പരിഷ്കർത്താവിന് ഇട്ടിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ട് എന്തൊക്കെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്, പ്രാചീന മലയാളം അല്ലേ. പ്രാചീന മലയാളം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാചീന മലയാളം എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, വിധിയും വിത്തവും എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. ജാതി മത വർഗ വിവേചനത്തിന് അതീതമായി മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരത്തെ കണ്ണൻമുലയിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ഈ പേരൊക്കെ പഠിച്ചു വെക്കണം ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭാഗം ക്ലിയർ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ ചട്ടമ്പി സ്വാമികളല്ല, വേറെ ശ്രീനാരായണ ഗുരുവിനെയാണ് ചോദിക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ഹൈഫ്രണ്ട് എന്ന് ചോദിക്കാം, കണ്ണൻമൂല ജനിച്ചു എന്നൊക്കെ പറയാം, നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഒരാളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ കണ്ണൻമൂല അല്ലെങ്കിൽ കൊല്ലൂർ എന്നൊക്കെയാണ് പറയുന്നത്. ആ ഒരു സ്ഥലത്താണ് ആര് ജനിച്ചത്, ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. അധസ്ഥിതർക്ക് ക്ഷേത്ര പ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സ്വാമികൾ അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ ചട്ടമ്പി സ്വാമികൾ എതിർത്തു. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളുമായും അദ്ദേഹം യോജിച്ച് പ്രവർത്തിച്ചു. ഉപനിഷത്തുകളിലും വേദങ്ങളിലും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് കൃതികൾ അദ്ദേഹത്തിൻ്റെ, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം ഇമ്പോർട്ടൻ്റ് ആണ്. വേദാധികാര നിരൂപണം ചോദിക്കാറുണ്ട്, പ്രാചീന മലയാളം ചോദിക്കാറുണ്ട്. പ്രാചീന മലയാളം എന്തായാലും മറക്കാതെ പഠിക്കാതെ. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ, പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകും. ജാതിമത ചിന്തകൾക്ക് അതീതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ. അദ്ദേഹത്തിൻ്റെ സമാധി ചോദിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് അദ്ദേഹം സമാധിയായത്. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞത്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്, അയ്യപ്പൻ എന്നായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ. ഗുരുകുല വിദ്യാഭ്യാസ കാലത്തെ ക്ലാസ് നിയന്ത്രണത്തിന് ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ഗുരുനാഥൻ അയ്യപ്പനെ ഏൽപ്പിച്ചു. ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാളെന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് വന്നത്. അങ്ങനെയാണ് അയ്യപ്പൻ പിൽക്കാലത്ത് ചട്ടമ്പി സ്വാമികൾ എന്നറിയപ്പെട്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജനനം തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശനം, സഞ്ചാര സ്വാതന്ത്ര്യം എന്നിവയ്ക്കൊക്കെ അദ്ദേഹം ബാധിച്ചിട്ടുണ്ട്. മിശ്രഭോജനം നടത്തിയത് ആരാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ചട്ടമ്പി സ്വാമികളാണ് മിശ്രഭോജനം നടത്തിയത് ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ മിശ്രഭോജനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രാഹ്മണ മേധാവിത്വമൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട് അല്ലേ. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. ഇനി അദ്ദേഹത്തിൻ്റെ കോഡ്സ് എന്താണ്, വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. അതുപോലെ തന്നെ ജാതി ചിന്തകൾക്ക് അതീതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ. കൊല്ലം ജില്ലയിലെ പന്മലയിലാണ് അദ്ദേഹത്തിൻ്റെ സമാധി. അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു, അയ്യപ്പൻ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാളെന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ചട്ടമ്പി സ്വാമികളെയാണ്. ക്ലിയർ ആയല്ലോ അല്ലേ. ഇനി നെക്സ്റ്റ് നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ കോഡ്സ് എന്തൊക്കെയാണ്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. എല്ലാവർക്കും അറിയാം അല്ലേ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം ഇവ
വിവാഹവും പന്തി ഭോജനം ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മതം, ഒരു ദൈവം മനുഷ്യന്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. രണ്ടും അങ്ങനെ അധികം ചോദിക്കില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന കാരണം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യ വിവാഹവും പന്തി ഭോജനവും നടത്തുന്നതിന് യാതൊരു ദോഷവുമില്ല എന്ന് പറഞ്ഞ ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണ്? ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നായിരുന്നു. സർവ്വമത സാഹോദര്യത്തിന് വേണ്ടി അദ്ദേഹം ഏറെ പ്രയത്നിച്ചിട്ടുണ്ട്. ആലുവയിൽ ഒരു സർവ്വമത സമ്മേളനത്തിനെ വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കവാടത്തിൽ അദ്ദേഹം എഴുതിയതെന്താണ്? വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയുവാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. ഇമ്പോർട്ടൻ്റ് ആണോ? ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പറഞ്ഞത് ആരാണ്? ഗുരുവാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പറയുന്നത് ആരുടെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പഠിച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വയ്ക്കാം. ഓക്കെ. ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നതായിരുന്നു ഗുരുവിൻ്റെ ലക്ഷ്യം. അധസ്ഥിത ജനതയുടെ സാമൂഹിക ഉന്നമനം ആശയപ്രചാരണങ്ങളിലൂടെ മാത്രം നേടാവുന്ന ഒന്നല്ല എന്ന് ഗുരുവിന് അറിയാമായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ഗുരു ശ്രമിച്ചു. വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകുവാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അക്കാലത്ത് നിലനിന്നിരുന്ന പുളിക്കുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഇതൊക്കെയാണ് പുളിക്കുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം ഒക്കെ അന്നത്തെ ദുരാചാരങ്ങളായിരുന്നു. അതിനെതിരെ അദ്ദേഹം ബോധവൽക്കരിച്ചിട്ടുണ്ടായിരുന്നു. ആർഭാടവും അമിതവ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കുവാനായിട്ട് ഉപദേശിച്ചു. ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാനും നടപ്പിലാക്കുവാനും വേണ്ടി 1903 കേട്ടോ. ഇത് പഠിച്ചു വയ്ക്കാട്ടെ. 1903 സ്ഥാപിക്കപ്പെട്ടതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്നത് എന്നാണ് SNDP എന്നാണ് 1903 സ്ഥാപിക്കപ്പെട്ടത്. എവിടെയാണ് ജനിച്ചത്? ചെമ്പഴന്തിയിലാണ് ജനിച്ചത്. അതുപോലെ തന്നെ ശിവഗിരിയിലാണ് അല്ലേ? ശിവഗിരിയിലായിരുന്നു അല്ലേ? ചെമ്പഴന്തിയും അതുപോലെ തന്നെ ശിവഗിരി അല്ലേ? ചെമ്പഴന്തിയിൽ ജനിച്ചു, ശിവഗിരിയിലാണ് മരിച്ചത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ പ്രധാന കൃതികളാണ്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം 3 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം. സമൂഹ നവോത്ഥാന രംഗത്ത് ഗുരുവിൻ്റെ സംഭാവനകൾ ടാഗോർ, മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ പ്രശംസയ്ക്ക് പാത്രമായി. ഇനി വിദ്യാലയം, പ്രധാന ദേവാലയം എന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകൾ ഏതൊക്കെയാണ്? ക്ഷേത്ര പ്രതിഷ്ഠകൾ ജാതി വ്യവസ്ഥയുടെ അടുത്തിളക്കുന്നതായിരുന്നു. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ എന്നിവയൊക്കെ അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു. അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്കിൽ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ. ആലപ്പുഴ ജില്ലയിലെ കളവങ്കോടത്തായിരുന്നു ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ആലപ്പുഴ ജില്ലയിലെ കളവങ്കോടത്തായിരുന്നു. ഓം എന്നെഴുതിയ കണ്ണാടിയാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. കണ്ണാടിയാണ്. ക്ഷേത്രങ്ങളുടേതിന് തുല്യമായ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കും നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണമെന്നൊക്കെ പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം എന്ത് തന്നെയാകണം? വിദ്യാലയം തന്നെയാകണം. എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത്? പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ, അതുപോലെ തന്നെ കാരമുക്ക് ക്ഷേത്രത്തിൽ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ. പിന്നെ എവിടെയായിരുന്നു? ആലപ്പുഴ ജില്ലയിലെ കളവങ്കോടത്ത് പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടായിരുന്നു. അവസാനത്തെയായിരുന്നു. ഓം എന്നെഴുതിയ കണ്ണാടി അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞെന്തായിരുന്നു? ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടതെന്ന് പറഞ്ഞു. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. കഴിഞ്ഞ ലാസ്റ്റ് കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു ചോദിച്ചത്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടതെന്ന് പറയുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. പിന്നെ എന്തൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കോഡ്സ് നമ്മൾ പറഞ്ഞത്? എന്തൊക്കെയാണ്? ഒരു മതം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക, മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തി ഭോജനം ചെയ്യുന്നതിന് യാതൊരു
ദോഷവുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അറിയിക്കുവാനാണ് ഈ സമ്മേളനം, വാദിക്കാനും ജയിക്കുവാനും എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം കുറേ ദുരാചാരങ്ങൾ, തിരണ്ട് കല്യാണം, പുളികൂടി, താലിക്കെട്ട് കല്യാണം, ആർഭാടം അതൊക്കെ ഒഴിവാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 1903 അദ്ദേഹം SNDP ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്മഴുന്നിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദർശകം എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കാനുള്ളതിന് സ്റ്റാർ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് വൃത്തിയിൽ പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. നമ്മൾ SNDP പറഞ്ഞു അല്ലേ, ഇത് രണ്ടും കൂടി തെറ്റാറുണ്ട് എല്ലാവർക്കും ഇത്. അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച ആരാന്ന് ചോദിക്കാൻ, PRDS സ്ഥാപിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുമാര ഗുരുദേവനാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുവാൻ വേണ്ടി ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരമായിരുന്നു. അപ്പോൾ അത് നിർത്തിവെക്കാനായിട്ട് കാരണമായ സംഭവമാണ് ചോദിച്ചിരിക്കുന്നത്. ചൗരി ചൗരാ സംഭവമാണ് അത് നിർത്തിവെക്കാനല്ലേ, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുവാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗരാ സംഭവമായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് SCERTയിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ എന്ന് പറഞ്ഞിട്ട് SCERT നൽകിയിട്ടുണ്ട്. ചമ്പാരനിലെ നീല കർഷകരുടെ സമരം, അഹമ്മദാബാദിലെ തുണി മിൽ സമരം, കേരളയിലെ കർഷക സമരം എന്നിവ മൂന്നും എന്താണ്, ആദ്യകാല സമരങ്ങളായിരുന്നു. ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം എന്ന് പറയുന്നത് ബീഹാറിലായിരുന്നു അല്ലേ. പ്രദേശം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഹാറിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്, ബീഹാറിലാണ്. വർഷം 1917. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സമരം, ബീഹാറിലായിരുന്നു. നെക്സ്റ്റ് അഹമ്മദാബാദ് സമരം അല്ലേ, അഹമ്മദാബാദിലെ തുണി മിൽ സമരം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ഗുജറാത്തിലാണ്. 1918 ഗുജറാത്തിൽ അഹമ്മദാബാദിലെ തുണി മിൽ സമരം നടക്കുന്നത്. നെക്സ്റ്റ് ഖേദയിലെ കർഷക സമരം ഗുജറാത്തിൽ തന്നെയാണ്. 1918 ഖേദയിലെ കർഷകർ സമരം നടക്കുന്നത്. 1918 ഗുജറാത്തിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, 1917 ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലായിരുന്നു നടന്നത്. 1918 ഈ വർഷങ്ങളിലായിട്ട് 2 സമരങ്ങളാണ് നടന്നത്. അഹമ്മദാബാദിലെ തുണി മിൽ സമരവും ഖേദയിലെ കർഷക സമരം ഗുജറാത്തിലായിരുന്നു നടന്നത്. ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഗാന്ധിജി നിയമലംഘനവും സഹന സമരവും പോലെയുള്ള സമരരീതികളാണ് സ്വീകരിച്ചത്. ഗാന്ധിജിയുടെ ഇടപെടൽ നീലം കർഷകർക്ക് അനുകൂലമായ നിയമം പാസാക്കാൻ അധികാരികളെ നിർബന്ധിതരാക്കി. അപ്പോൾ എന്താണ് പറയുന്നത്, ചമ്പാരനിൽ എന്തുണ്ടായിരുന്നു, നീലം കർഷകരുടെ പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിലിടപെട്ട ഗാന്ധിജി എന്ന് പറയുന്നത് എങ്ങനത്തെ സമരമായിരുന്നു, സഹന സമരം പോലെയുള്ള നിയമലംഘനം പോലെയുള്ള രീതികളായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. ഗാന്ധിജിയുടെ ഇടപെടൽ നീല കർഷകർക്ക് അനുകൂലമായിട്ടുള്ള നിയമം പാസ്സാക്കാൻ വേണ്ടി സഹായിച്ചു. സമരത്തിന് ശേഷം ഗാന്ധിജി ചമ്പാരൻ്റെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങളും വൈദ്യസഹായ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു. പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള, അപ്പോൾ നമ്മൾ പറഞ്ഞു ചമ്പാരൻ സത്യാഗ്രഹം 1917 ബീഹാറിലാണ് നടന്നത്. നീലം കർഷകരുടെ ദുരിതത്തിനെതിരെ നടന്ന സമരമായിരുന്നു. ഇനി നെക്സ്റ്റ് 1918 എന്താണ് നടന്നിട്ടുണ്ട്, അഹമ്മദാബാദിലെ തുണി മിൽ സമരം നടക്കുന്നുണ്ട് അല്ലേ. പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള 1918 അഹമ്മദാബാദ് തുണി മിൽ സമരത്തിലും ചമ്പാരനിലെ സമരരീതികളാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് അധികാരികൾ ശമ്പള വർധനവിന് സമ്മതിക്കുകയും സമരം അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ 1918 പ്ലേഗ് ബോണസിനെ ചൊല്ലിയിട്ടാണ് അഹമ്മദാബാദ് തുണി മിൽ സമരം നടക്കുന്നത്. ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് അധികാരികൾ ശമ്പള വർധനവിന് സമ്മതിക്കുകയും അതുപോലെ തന്നെ സമരം അവസാനിക്കുകയും ചെയ്തു. വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന ഗുജറാത്തിലെ ഖേദയിലെ കർഷകരിൽ നിന്നും നികുതി പിരിക്കാൻ തീരുമാനിച്ച അധികാരികളുടെ നയത്തിനെതിരെ ഗാന്ധിജി നികുതി നിഷേധവും സത്യാഗ്രഹവും സമരായുധങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1918 പ്ലേഗ് ബോണസിനെ ചൊല്ലി അഹമ്മദാബാദ് തുണിമിൽ സമരം പറഞ്ഞു, രണ്ടാമതായിട്ടില്ലേ. അതുപോലെ തന്നെ നമ്മൾ എന്താ നെക്സ്റ്റ് പറഞ്ഞത്, ഖേദയിലെ കർഷക സമരം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഖേദയിലെ കർഷക സമരം എന്ന് പറയുന്നത് എന്താണ്, വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന ഗുജറാത്തിലെ ഖേദയിലെ കർഷകരിൽ നിന്നും നികുതി പിരിക്കുവാൻ അല്ലേ, നികുതിയുമായി ബന്ധപ്പെട്ട ഒരു സമരമായിരുന്നു. അധികാരികളുടെ 1918 ഗുജറാത്തിൽ തന്നെയാണ് നടന്നത്. ഗാന്ധിജി അന്നും അതുപോലെ തന്നെ സത്യാഗ്രഹങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് സർക്കാർ നികുതി ഇളവുകൾ നൽകാൻ തയ്യാറായി. സത്യാഗ്രഹത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ആദ്യകാല സമരങ്ങൾ ഗാന്ധിജി ജനസമൂഹത്തിൻ്റെ നേതാവാക്കി തീർത്തു.
അപ്പോൾ നോക്കിയ ഓപ്ഷനിൽ ചമ്പാരൻ സത്യാഗ്രഹ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ചമ്പാരൻ സത്യാഗ്രഹ എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹ 1917 നടന്നതെന്ന് പറഞ്ഞു. 1917 എവിടെയായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്? എവിടെയായിരുന്നു? ബീഹാറിലായിരുന്നു അല്ലേ. അപ്പോൾ ചമ്പാരനിലെ കർഷകരുടെ ദുരിതങ്ങൾക്കെതിരെയായിരുന്നു അല്ലേ നടന്നിട്ടുണ്ടായിരുന്ന സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ അഹമ്മദാബാദിലെ തുണിമിൽ സമരവും കേദയിലെ കർഷക സമരവും പഠിച്ചു. എന്താണ് അപ്പോൾ പ്ലേഗ് ബോണസ് എന്ന് വെച്ചാൽ എന്താണ്? പ്ലേഗ് ബോണസ് എന്ന് വെച്ചാൽ അഹമ്മദാബാദ് തുണിമിൽ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലേ പ്ലേഗ് ബോണസ് എന്ന് പറയുന്ന വീട് കണ്ടെത്തിയത്. അപ്പോൾ 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% പേരെ കൊന്നൊടുക്കി. ഈ കാലയളവിൽ തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിൻ്റെ 80% വരെ ബോണസായി നൽകിയിരുന്നു. രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായി ഏർപ്പെടുത്തിയ ഈ സംവിധാനം ഒന്നാം ലോകയുദ്ധം കൊണ്ടുണ്ടായ വിലക്കയറ്റത്തെ പ്രതിരോധിക്കുവാൻ തൊഴിലാളികൾക്ക് സഹായകമായി. രോഗഭീതി ഒഴിഞ്ഞതോടുകൂടി ഈ ആനുകൂല്യം നിർത്തലാക്കിയതായാണ് തൊഴിലാളികളെ സമരത്തിന് പ്രേരിപ്പിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് അവർക്ക് ബോണസ് ആയിട്ട് നൽകിയിരുന്നു അല്ലേ. കുറേ പേര് മരിച്ചതിന് ശേഷം തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിൻ്റെ 80% വരെ ബോണസ് ആയിട്ട് നൽകിയിരുന്നു. കുറച്ച് അത് ആ രോഗഭീതിയൊക്കെ ഒഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചോ അതില്ലാണ്ടാക്കി. അപ്പോൾ അതാണ് ആ സമരത്തിന് വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തായിരുന്നു നമുക്ക് നോക്കാം. ഗാന്ധിജിയുടെ സമരരീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടുവാനായിട്ട് അവസരം ലഭിച്ചു. വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു അല്ലേ. അത് ഉള്ളിലെ വിദ്യാസമ്പന്നരായ ആൾക്കാർക്ക് മാത്രമാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ സമരങ്ങളിലായപ്പോൾ സാധാരണക്കാരും ഇതിൽ ശ്രദ്ധയൂന്നി അല്ലേ. പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമപ്രദേശങ്ങളിലും വേരോട്ടമുണ്ടായി. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ദേശീയ നേതാവായിട്ട് ഗാന്ധിജി മാറി. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ 3 സമരങ്ങൾ പഠിച്ചു. ആ 3 സമരങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഇയറും പഠിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ ഇനിയാണ് നമ്മൾ എന്ത് വരുന്നത്? ദേശീയ സമരങ്ങൾ വരുന്നത്. അതിനു മുമ്പ് ഗാന്ധിജി എങ്ങനെയാണ് ചലച്ചിത്രത്തിൽ എന്ന് പറയുന്നുണ്ട്. റിച്ചാർഡ് അറ്റൻബറോ സംവിധാനം ചെയ്ത് 8 ഓസ്കാർ അവാർഡ് നേടിയ ഗാന്ധി എന്ന ചലച്ചിത്രത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിലെ ദൃശ്യാവിഷ്കാരമാണ്. ശ്യാം ബെനഗലിൻ്റെ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ റിച്ചാർഡ് അറ്റൻബറോയുടെയാണ് ഗാന്ധി എന്ന് പറയുന്ന ഒരു ചലച്ചിത്രം. അതിൽ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്യാം ബെനഗലിൻ്റെ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്നതിൽ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതാനുഭവങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവ കൂടാതെ നിരവധി ചലച്ചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇനി ഗാന്ധിജി സമരത്തിലേക്ക് എങ്ങനെയാണ് പോകുന്നതെന്നാണ് പറയുന്നത്. അവിടെയാണ് നമ്മുടെ പോയിന്റ്സ് വരുന്നത് കേട്ടോ. അപ്പോൾ ദേശീയ സമരത്തിലേക്ക് ബ്രിട്ടീഷ് സർക്കാർ പാസ്സാക്കിയ റൗളത്ത് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. റൗളത്ത് നിയമമാണല്ലേ. റൗളത്ത് നിയമം മൂലമാണ് റൗളത്ത് നിയമത്തിനെതിരെയായിട്ടാണ് ഗാന്ധിജി ദേശീയ സമരങ്ങളിലേക്ക് കടക്കുന്നത്. അതുവരെ അദ്ദേഹം എന്തായിരുന്നു സത്യാഗ്രഹങ്ങൾ മാത്രമാണ് ചെയ്തിരുന്നത്. ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് എന്തെന്ന് പറയുന്നത് ഈ റൗളത്ത് നിയമം എന്ന് പറയുന്നത് 1919 ഇമ്പോർട്ടൻ്റ് ആണ്. 1919 റൗളത്ത് നിയമം വരുന്നത്. പക്ഷേ ഇതിനും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം നടന്നത് 1919 അല്ലേ. നമുക്ക് നോക്കാം. അപ്പോൾ 1919 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമായിരുന്നു റൗളത്ത് നിയമം. അതിൽ പ്രകാരം എന്താ പറയുന്നത്? ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാം. ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ റൗളത്ത് നിയമം പറയുന്നത് ഏതൊരാളെയും അറസ്റ്റ് ചെയ്തിട്ട് വിചാരണ കൂടാതെ തന്നെയല്ലേ തടങ്കലിൽ വെക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ 3-4 ക്വസ്റ്റ്യൻ പേപ്പറിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഓരോന്നായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ വാക്യവും പഠിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത് എന്താണ് നടന്നിട്ടുള്ളത്? 1919 അല്ലേ. റൗളത്ത് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ സൈഫുദ്ദീൻ കിച്ലു
സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കുവാനായിട്ട് സൈഫുദ്ദീൻ കിച്ചലു സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കുവാനായിട്ട് 1919 ഏപ്രിൽ 13 അല്ലേ ഈ ഇയർ തെറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ കാലഗണനാക്രമത്തിലൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ 1919 ഏപ്രിൽ 13 ജനങ്ങൾ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയത്. അമൃത്സർ പട്ടണത്തിന്റെ നിയന്ത്രണം ഈ സമയം പട്ടാളം ഏറ്റെടുത്തിരുന്നു. പട്ടാള മേധാവിയായ ജനറൽ ഡയർ തന്റെ ഉത്തരവ് ലംഘിച്ചു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 3 വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട മൈതാനത്തിന്റെ പ്രവേശന കവാടത്തിൽ പട്ടാളക്കാരെ നിർത്തി നിരായുധരായ ജനങ്ങൾക്ക് നേരെ വെടിവെക്കുവാൻ ഉത്തരവിട്ടു. 10 മിനിറ്റ് നീണ്ടു നിന്ന വെടിവയ്പിൽ 379 പേർ മരിച്ചു എന്നായിരുന്നു ഔദ്യോഗിക കണക്കെങ്കിലും മരണസംഖ്യ അതിന് ഇരട്ടിയായിരുന്നു. അപ്പോൾ എന്നിങ്ങനെയാണ് ചോദിക്കാം. റൗലത്ത് നിയമത്തിനെതിരെ വേണ്ടിയിട്ട് ഒരു സമരം നടന്നിട്ടുണ്ടായിരുന്നു. അതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഈ റൗലത്ത് നിയമത്തിനെതിരെ വേണ്ടി പ്രതിഷേധിച്ച സമരം ഏതാണെന്ന് ചോദിക്കാം അല്ലേ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയായിരുന്നു. അതായത് പ്രതിഷേധിച്ച സമരങ്ങളിൽ ഒന്നായിരുന്നു എന്ന് വെച്ചാൽ അപ്പോൾ എന്തിന് കാരണമായിട്ടാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്നൊക്കെയാണ് ചോദിക്കുക. കാരണം ഈ റൗലത്ത് സമരത്തിനെതിരെ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരു മൈതാനത്തിൽ ഒത്തുകൂടാനല്ലേ ചെയ്തത്. ആ ഒരു സമയത്താണല്ലേ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്ടോ പഠിച്ചു വയ്ക്കാം കേട്ടോ. ഏത് ഇയർ 1919 ഏപ്രിൽ 13 നടക്കുന്നത്. ആരായിരുന്നു? മേജർ ജനറൽ ഡയർ ആയിരുന്നു അല്ലേ ഉത്തരവ് ലംഘിച്ചെന്ന പേരിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ യുദ്ധം നടക്കുന്നത്. ഇന്ത്യയിലെമ്പാടും ശക്തമായ പ്രതിഷേധം രൂപപ്പെടുന്നതിന് ജാലിയൻ വാലാബാഗ് സംഭവം കാരണമായി. അപ്പോൾ ഇത് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ്, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടുവെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞതാണ്. അപ്പോൾ പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞ ആരാണ്? ഗാന്ധിജിയാണ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ കോഡ്സ് പഠിച്ചു വയ്ക്കുക. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തെ അടിത്തറ ഇളക്കി എന്ന് പറയുന്നത് ഗാന്ധിജി ഇതിനെക്കുറിച്ചായിരുന്നു. ഇനി നിസ്സഹകരണ സമരം ഖിലാഫത്ത് പ്രസ്ഥാനവും എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിസ്സഹകരണ സമരത്തിൽ എന്തൊക്കെയായിരുന്നു ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നിസ്സഹകരണ സമരത്തിൽ നിസ്സഹകരണ സമരത്തിൽ ഗാന്ധിജി ചെയ്ത കുറച്ച് സംഭവങ്ങളുണ്ട്. ഇപ്പം നൽകിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അതിലില്ലാത്തത് കണ്ടുപിടിക്കാനൊക്കെ ആയിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിസ്സഹകരണ സമരത്തിന് എന്താണ്? വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക, നികുതി നൽകാതിരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിദ്യാലയങ്ങളിൽ ബഹിഷ്കരിക്കുക കേട്ടോ. ഇംഗ്ലീഷ് വിദ്യാലയങ്ങളൊക്കെ ബഹിഷ്കരിക്കുക എന്നൊക്കെയാണ് നിസ്സഹകരണ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി വ്യാഖ്യാനിച്ചിട്ടുണ്ടായിരുന്നത്. വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക, നികുതി നൽകാതിരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. ഓക്കെ. അപ്പോൾ നിസ്സഹകരണ സമരം ഖിലാഫത്ത് പ്രസ്ഥാനവും നൽകിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരമാണ്. ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരമാണ്. ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു 1917. നിസ്സഹകരണ സമരമാണ് ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഓക്കെ. NC നടത്തിയതാണ് അല്ലേ. ഇനി റൗലത്ത് വിരുദ്ധ സമരം നൽകിയ ആത്മവിശ്വാസം ബ്രിട്ടീഷ് ഭരണത്തോടെ നിസ്സഹകരണം പ്രഖ്യാപിക്കുവാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു. നിസ്സഹകരണത്തിൻ്റെ സവിശേഷതകളാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വയ്ക്കാം കേട്ടോ. ഇനി പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കാം. ഔദ്യോഗിക കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു. വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗ്ഗക്കാർ വന നിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഗാന്ധിജി സ്വീകരിച്ച ആഹ്വാനങ്ങളാണ് കേട്ടോ. ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാനായിട്ട് വിസമ്മതിച്ചു. തൊഴിലാളികൾ പണി മുടക്കി. വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു. സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഔദ്യോഗിക കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു. വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗ്ഗക്കാർ വന നിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. തൊഴിലാളികൾ പണി മുടക്കി. വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു. സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു. ബഹിഷ്കരണം മാത്രമല്ല അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്, നിർമ്മാണ പ്രവർത്തനങ്ങളും നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു. ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. ഇതിനെ തുടർന്ന് ജനങ്ങൾ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു
നിർമ്മിക്കുകയും ചർക്കയിലെ നൂൽ നൂറ്റ് ഖാദി വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തു. ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിച്ചു. ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പം എന്തൊക്കെയാണ് ബഹിഷ്കരണ പ്രസ്ഥാനങ്ങൾ പഠിച്ചു അല്ലേ? ബഹിഷ്കരണം ഇത് പഠിച്ചു വെക്കാട്ടോ. അതിലെ കർഷകർക്ക് നികുതി നൽകാൻ സംബന്ധിച്ചത് ഉത്തർപ്രദേശിലെ ആന്ധ്രയിലെ കാര്യങ്ങളും അതുപോലെ തന്നെ തൊഴിലാളികൾ പണിമുടക്കി. വക്കീലന്മാർ കോടതിയിൽ സംബന്ധിച്ചു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സ്കൂളും കോളേജുകളൊക്കെ നിഷേധിച്ചു. സ്ത്രീകളടക്കമുള്ള വിദേശ വസ്ത്രങ്ങളൊക്കെ തീയിടാണ് ചെയ്തത്. അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ചർക്കയിൽ നൂൽ നൂറ്റ് ഖാദി വസ്ത്രങ്ങൾ നെയ്യുക, ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുക, ഹിന്ദി പ്രചരിപ്പിക്കുക എന്നൊക്കെ ചെയ്ത് ആരായിരുന്നു? ഗാന്ധിജിയായിരുന്നു. അയിത്തോച്ചാണ് പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായിരുന്നു. അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണമാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ തുടങ്ങിയവ. അപ്പോൾ ഇതും ചോദിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ദേശീയ വിദ്യാലയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ തുടങ്ങിയവ. ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ദേശീയ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. അപ്പോൾ ഏതൊക്കെയായിരുന്നു ദേശീയ വിദ്യാഭ്യാസങ്ങൾ? കാശി, ഗുജറാത്ത് വിദ്യാപീഠങ്ങൾ, ജാമിയ മില്ലിയ. നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഖിലാഫത്ത് നേതാക്കളായ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയതിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കുവാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. ഗാന്ധിജി ഖിലാഫത്ത് നേതാക്കളോടൊപ്പം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് തന്നെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. തൽഫലമായി ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തി. ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെട്ടു. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ? ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നതും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നിസ്സഹകരണം നടക്കുന്ന അതേ സമയത്ത് തന്നെയായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനവും നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം എന്താണ്? ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുവാനുള്ള ബ്രിട്ടന്റെ ശ്രമങ്ങൾക്കെതിരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തിയതിനെതിരെയായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം നടന്നു വന്നത്. ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു തീയിട്ടു. 22 പോലീസുകാർ കൊല്ലപ്പെട്ട ഈ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുവാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അപ്പം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുവാൻ ഗാന്ധിജിയെ ആഹ്വാനം ചെയ്തു അല്ലേ? എന്ത് കാരണമായിരുന്നു? ചൗരി ചൗര സംഭവത്തെ തുടർന്നു അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ 1922 ചൗരി ചൗര സമരം നടക്കുന്നത്. 1922 നിസ്സഹകരണ സമരത്തെ തുടർന്നിട്ട് ചൗരി ചൗര എന്ന് പറയുന്ന ഗ്രാമത്തിലെ പോലീസുകാർ വെടിവെച്ചപ്പോൾ ആ ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ തീയിടാണല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗാന്ധിജിയുടെ അഹിംസയിൽ ഉന്നിയ പാതയിൽ നിന്നും നേരെ ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ നടന്നത്. അത് കാരണമാണ് അദ്ദേഹം എന്ത് ചെയ്ത നിസ്സഹകരണ സമരം നിർത്തിവെക്കുവാനായിട്ട് കാരണമായത്. അപ്പോൾ ഒക്കെയാണല്ലോ. അപ്പോൾ നിസ്സഹകരണ സമരം പഠിച്ചു, ഖിലാഫത്ത് പ്രസ്ഥാനം പഠിച്ചു. അത് രണ്ടും 1919 നടന്നത് അല്ലേ? 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു? റൗളത്ത് നിയമത്തിനെതിരെ അല്ലേ? റൗളത്ത് നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾക്ക് മൂലം ആണ് ഈ ഒരു ഭാഗത്ത് കൂടി ചേർന്നതിന് ശേഷമാണ് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. അത് 1919 നടന്നിട്ടുണ്ടായിരുന്നു. നിസ്സഹകരണ സമരം 1920-21 സമയങ്ങളിൽ 20 നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1922 ചൗരി ചൗര സംഭവം നടക്കുന്നത്. നിസ്സഹകരണ സമരം നിർത്തി വയ്ക്കുന്നതിന് കാരണമായതും എന്താണ്? ചൗരി ചൗര സംഭവമാണ്. ഇനി പൂർണ്ണ സ്വരാജും സിവിൽ നിയമലംഘനവും ഇതും കൂടി കഴിഞ്ഞ് നമ്മുടെ ദേശീയ സമരങ്ങൾ അദ്ദേഹത്തിൻ്റെ സമരങ്ങൾ കഴിയാം കേട്ടോ. അപ്പോൾ പൂർണ്ണ സ്വരാജും സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായിരുന്നു. 1929 ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇത് അടുത്ത ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ്? 1929 ലാഹോർ സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആണ്. INC പഠിക്കുമ്പോൾ അതിൽ 1929 എന്ന് പറയുന്ന ഇയറിന് പ്രധാന പോയിൻ്റാണുള്ളത്. ആ ഒരു 1929 പ്രാധാന്യം തന്നെ ലാഹോർ സമ്മേളനത്തെ കുറിച്ചിട്ട് പല പ്രാവശ്യം VSC ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിച്ചു വെക്കാട്ടോ. അതിൽ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 1929 ലാഹോർ സമ്മേളനമാണ്.
ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ സിവിൽ നിയമലംഘനം ആരംഭിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ഏതാന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ആരാണ്? 1929 ലാഹോർ സമ്മേളനമാണ്. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി എന്തൊക്കെ മുന്നോട്ട് വെച്ച ആശയങ്ങളുണ്ട്. അതായത് നമ്മൾ നിസ്സഹകരണ സമരം പറഞ്ഞില്ല, അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കാര്യങ്ങൾ നിയമലംഘന പ്രസ്ഥാനത്തിലും വരുന്നത്. അപ്പം മെയിനായിട്ട് അവിടെ ഉപ്പാണ് കൂടുതലും അവിടെ ഒരു ആയുധമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ്. ഗാന്ധിജി നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കുവാൻ തീരുമാനിച്ചതുമായ സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ, നന്നായി പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആശയങ്ങൾ എന്തൊക്കെയാണ്? ഉപ്പ് നികുതി എടുത്ത് കളയുക, നിയമലംഘന പ്രസ്ഥാനത്തിൽ കേട്ടോ. കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങൾ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാക്കുക. എന്തൊക്കെയായിരുന്നു? ഉപ്പ് നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങൾ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാക്കുക. അങ്ങനെ ഉപ്പ് സമരായുധമായിട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കാരണമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൻ്റെ 2/5 ഭാഗവും ഉപ്പിന്മേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു. തദ്ദേശീയരായ ചെറുകിട ഉൽപ്പാദകർക്കുമേൽ ഉപ്പുണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. ഉപ്പിൻ്റെ വില 3 മടങ്ങ് വർദ്ധിച്ചു. സാധാരണക്കാരെ ഉണർത്തുവാൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്ത് കളയുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹം ഉപ്പ് സമരമായുധമായിട്ട് എടുക്കുന്നതിനായിട്ട് ഉണ്ടായിരുന്ന കാരണമെന്ന് പറയുന്നത്. ഇനി വട്ടമേശ സമ്മേളനങ്ങൾ പഠിച്ചു വയ്ക്കുക. വട്ടമേശ സമ്മേളനങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നോക്കാം. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ 1930, 31, 32 വർഷങ്ങളിലാണ് 3 വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്നത്. ഇതിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് ആരായിരുന്നു? ഗാന്ധിജിയായിരുന്നു. 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തതിൽ 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ഗാന്ധിജിയായിരുന്നു. 1930, 31, 32 കാലഘട്ടത്തിലാണ് എന്ത് നടക്കുന്നത്? ഈ സമരങ്ങളൊക്കെ ഈ വട്ടമേശ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, ഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്ത ജനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉപ്പ് കുറയ്ക്ക് നിയമലംഘനത്തിൽ പങ്കാളികളായി. കേരളത്തിൽ പയ്യന്നൂർ, തമിഴ്നാട്ടിൽ വേദാരണ്യം, മഹാരാഷ്ട്രയിൽ ബോംബെ, ബംഗാളിൽ നവഗാലെ, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം തുടങ്ങിയവ നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായി. ഇവിടങ്ങളിൽ സമര വോളണ്ടിയർമാർ ഉപ്പുണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം ചോദ്യം ചെയ്യുകയും ദേശീയ പതാക ഉയർത്തുകയും ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യാഗ്രഹികളെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ ബ്രിട്ടീഷ് പോലീസ് നേരിട്ടു. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും സമരം ക്രൂരമായിട്ട് അടിച്ചമർത്തുകയും ചെയ്തു. അപ്പോൾ അതാണ് വട്ടമേശ സമ്മേളനങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ളത്. നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഗാന്ധിജിയുടെ ഏറ്റവും അവസാനത്തെ സമരം ഏതായിരുന്നു? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും അവസാനത്തെ സമരമായിരുന്നു 1942 1942 നടന്നിട്ടുള്ള ഏത് സമരമായിരുന്നു? അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സമരം ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നു. ഗാന്ധിജി എന്താണ് പറയുന്നത്? ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. ആ സമയത്ത് കോൺഗ്രസ് സമ്മേളനത്തിൽ, ബോംബെയിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതാണത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അവസാനത്തെ സമരമായിരുന്നു. അപ്പോൾ ആദ്യത്തെ സമരം എന്തൊക്കെയായിരുന്നു? ഓർമ്മയില്ലേ? പഠിച്ചു വയ്ക്കുക കേട്ടോ.
സിവിൽ നിയമലംഘന സമരം പോലെ തന്നെ ജനകീയമായ മറ്റൊരു സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്ക് കൈമാറി ഇന്ത്യ വിടുവാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിക്കുന്ന അഹിംസയിലൂന്നിയ ഒരു സമരമാണ്. ഇതിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിഭാവനം ചെയ്ത ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ചില ഘടകങ്ങൾ: ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം, വിലക്കയറ്റവും ക്ഷാമവും മൂലം ജനങ്ങളുടെ അതൃപ്തി, രണ്ടാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്നൊരു തോന്നലും കൂടെ വന്നതോട് കൂടിയിട്ടാണല്ലേ അദ്ദേഹം നടക്കുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം നടത്തുന്നത്. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം നടപ്പിലാക്കുവാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം, വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി, രണ്ടാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്നുള്ള ഒരു തോന്നൽ. ഈ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളായിരുന്നു: നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം, കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്, സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം, പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആളുകൾക്ക് നേരെ വെടിവെക്കുവാൻ വിസമ്മതിക്കണം, സ്വതന്ത്ര പ്രാപ്തി വരെ പിടിച്ചു നിൽക്കുവാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം. എന്നൊക്കെയാണ് പറഞ്ഞത്. നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം, കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്, സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോട് കൂറ് പരസ്യമാക്കണം, പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയായി തന്നെ സ്വന്തം ആളുകൾക്ക് നേരെ വെടിവെക്കുവാൻ വിസമ്മതിക്കണം, സ്വതന്ത്ര പ്രാപ്തി വരെ പിടിച്ചു നിൽക്കുവാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം. ഗാന്ധിജി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത ബ്രിട്ടീഷ് സർക്കാർ ബ്രിട്ടീഷ് പ്രക്ഷോഭത്തെ അതിക്രൂരമായി നേരിട്ടു. അക്രമാസക്തരായ ജനങ്ങൾ പലയിടങ്ങളിലും ഗവൺമെന്റ് കെട്ടിടങ്ങൾ, ഇലക്ട്രിക് ലൈനുകൾ, ഗതാഗത മാർഗങ്ങൾ തുടങ്ങിയവ തകർത്തു. 1942 അവസാനിക്കുമ്പോൾ ഇന്ത്യയാകെ സമരത്തിന്റെ തീച്ചൂളയിലായിരുന്നു. സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിനുള്ള തെളിവായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നടന്നു. അതായിരുന്നു ഗാന്ധിജിയുടെ അവസാനത്തെ സമരം എന്ന് പറയുന്നത്. അതോടുകൂടി ദേശീയ സമരങ്ങളും കഴിയുകയാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയായിട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് നമ്മുടെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.